ഞാൻ പറഞ്ഞ ചോദ്യമല്ല, ഇവിടെ എവിടെയാണ് അല്ല അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലെന്ന്. ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം. അത് ശരിയാണോ? കേന്ദ്രമന്ത്രി ഒരു ആൻസർ പോലും പറയാതിരിക്കുന്നത് ശരിയാണ്? ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല, ഞങ്ങളാണ്. ജയിച്ചതും മന്ത്രിയായതും അദ്ദേഹമല്ലേ സുരേന്ദ്രൻ? വന്ന വോട്ടർമാരെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അല്ല, താങ്കളെ പറഞ്ഞു പ്രവർത്തനത്തിന് വേണ്ടി വന്ന വോട്ടർമാർ 6 മാസമായിട്ടുണ്ടെന്ന്. ഒരു വീട്ടമ്മ പറയുന്നു തന്റെ പേരിൽ അതൊക്കെ CPM പറയിപ്പിക്കുന്നതാണല്ലേ. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഇന്ന് കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ബൂത്തിൽ ഒരു സന്യാസി മഠത്തിലെ 50 പേർ ഒരേ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു. ഇതൊരു വലിയ നേതാവ്, ഇവിടുത്തെ തൃശ്ശൂരിൽ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവ്, നേരത്തെ MLA ആയിട്ടുള്ള ഒരാള്, KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാള്, അദ്ദേഹം പറയാണ് നരേന്ദ്രമോദിയുടെ ഒരു ബൂത്തിൽ ഒരു സന്യാസി മഠത്തിൽ 50 വോട്ടുകൾ ഒരേ പേര് ഹെഡിൽ. നിനക്ക് ഏത് ലോകത്താണ് എന്നെ പറയാൻ സമ്മതിക്കോ? ഇവിടെ കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറയട്ടെ, വ്യാജ വോട്ടല്ല, കന്യാസ്ത്രീ മഠങ്ങളും ഞാൻ പറയട്ടെ, ഡ്രൈവർ എങ്ങനെയാണ് വീട്ടമ്മയുടെ അഡ്രസ് വരുന്നത്? കന്യാസ്ത്രീ മഠങ്ങളിലും ആശ്രമങ്ങളിലും എല്ലാം 100 വോട്ടും 50 വോട്ടും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ശാന്തിഗിരി പോയാൽ നിങ്ങൾക്കറിയാം, അമൃതാനന്ദമായി പോയാൽ അറിയാം, തൃശൂർ ബിഷപ്പ് ഹൗസിന്റെ കീഴിലുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ പോയാൽ നിങ്ങൾക്കറിയാം. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇവിടെ ഉണ്ട്. വീട്ടമ്മയെ കൊണ്ട് ഇപ്പൊ ആർക്ക് വേണം എന്ത് വേണം പറയിപ്പിക്കാം. ഞാൻ ചോദിക്കട്ടെ, ബീഹാറിൽ മരിച്ചുപോയി എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് സുപ്രീം കോടതി അവരുടെ വീട്ടിലില്ലാത്ത ആളുടെ പേര് എങ്ങനെയാണ്? സുരേഷ് ഗോപിയുടെ ഡ്രൈവറിന്റെ പേര് എങ്ങനെയാണ്? അല്ലല്ല, ഒന്നുമല്ല. വോട്ട് ഞാൻ പറയട്ടെ. ഇവിടെ BLO ഉണ്ടായിരുന്നു, എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ ആൾക്കാരായിരുന്നു, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സർക്കാരിന്റെ ആൾക്കാരാണ്, പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ്. അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ആൾക്കാര് ഇപ്പൊ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി കള്ള വോട്ട് ചെയ്താണ് ജയിച്ചത്. പരാതിയല്ല സാർ, പരാതി നടപടിയെടുക്കേണ്ടത് BJP അല്ലല്ലോ. അല്ല, 30 തെരഞ്ഞെടുപ്പിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രി ഡ്രൈവർക്കെതിരെ ഗുരുതര ഒരു ആവശ്യമില്ലെന്ന്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. ഞാൻ 89 വോട്ടിന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ്, 89 വോട്ടിന് മാത്രം. അന്ന് 6000 കള്ള വോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ കോടതിയിൽ പോയി ബഹളമൊന്നും ഞാൻ വെച്ചില്ല. അതിൽ 80 പേര് ഞാൻ പ്രൂവ് ചെയ്തു. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി, എന്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി, ഞാൻ കേസ് വിഡ്രോ ചെയ്തു. ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ, ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് പോവാൻ ഞങ്ങൾ പോയിട്ടുണ്ട്.